വളരെ പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസിലേക്കുള്ള രേണുസുധിയുടെ വരവിനെ പ്രേക്ഷകർ കണ്ടത്. എന്നാൽ വളരെ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ, ഇതുവരെയുള്ള പ്ലേ നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ, മറ്റ് മത്സരാർത്ഥികളെക്കാളും പ്രേക്ഷകരുടെ പിന്തുണ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട മത്സരാർത്ഥി കൂടിയായിരുന്നു രേണുസുധി. എന്നാൽ ഈ അവസരം അവർ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ടാഴ്ച കഴിയുമ്പോഴും എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഗെയിമിൽ പോലും നല്ല രീതിയിൽ കളിക്കുന്നതായിട്ടോ ഒന്നുമേ കണ്ടിട്ടില്ല. ആകെ ഒരു രേണുസുതി എന്നൊരു ശബ്ദം വരാനുള്ള കാരണം അക്ബർ പറഞ്ഞ ഈ ഒരു എന്താ പറയുക, സെപ്റ്റി ടാങ്ക് എന്ന പരാമർശം വേണ്ടി വന്നു. അത് വന്നു, പിന്നെ അതിനെ പറ്റി കരഞ്ഞ് ബഹളമായി. പിന്നെ വുമൺ കാർഡ് ഇറക്കി, പല കാർഡുകൾ, വിധവാ കാർഡ് ഇറക്കി. ആ ഒരു വിഷയമല്ലാതെ മറ്റൊരു കാര്യങ്ങളിലും രേണുസുതി ഇടപെടുന്നതോ അല്ലെങ്കിൽ സുതിയുടെയായിട്ട് സ്വന്തമായിട്ടൊരു കണ്ടന്റ് അവിടെ ഉണ്ടാക്കുന്നതോ കണ്ടിട്ടില്ല. അന്നേരം ക്യാമറകൾ, ഇത്രയും ക്യാമറ ഉണ്ടായിട്ട് പോലും എവിടെയും ഒരു വല്ലപ്പോഴും ഒരു ദിവസത്തെ എപ്പിസോഡ് എടുത്ത വല്ലപ്പോഴും ഒന്ന് തല കാണിക്കുന്ന രീതിയിൽ മാത്രമാണ് രേണുസുതിയെ കണ്ടത്. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ പോവുകയായിരുന്നെങ്കിൽ അവരുടെ കരിയർ തന്നെ മാറാവുന്ന ഒരു ഷോ തന്നെയായിരുന്നു ബിഗ് ബോസ്. പക്ഷെ അവരത് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അവരുടെ മുന്നോട്ടുള്ള യാത്ര, ബിഗ് ബോസിലെ യാത്ര വളരെ ചുരുക്കമായിരിക്കാം, ദിവസങ്ങൾ ചുരുക്കമായിരിക്കാം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നുകിൽ അവരെ ബിഗ് ബോസ് തന്നെ പുറത്താക്കണം, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിധി പ്രകാരം അവർ പുറത്തു പോകണം. കാരണം അവരുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തി വന്നാൽ മാത്രമായിരിക്കും ഇനിയൊരു ആ ഒരു ഷോയ്ക്ക് ഗുണമുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.